അറ്റൻബോറോയുടെ സിനിമ വന്നതിന് ശേഷമാണ് ഗാന്ധിജി ആളുകൾ അറിയാൻ തുടങ്ങിയത്. ഇദ്ദേഹം പറഞ്ഞത് വസ്തുതാപരമായിട്ട് തെറ്റാണ്. ഇനി അദ്ദേഹം എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു എന്നുള്ളതാണ് നമ്മളെ സംബന്ധിച്ചുള്ള പ്രധാനം. അത് പറഞ്ഞത് തെറ്റാണെന്നുള്ള ആർക്കും ഒരു സംശയമില്ല. പക്ഷേ നരേന്ദ്രമോദി എന്തിനു വേണ്ടി ഇത് പറഞ്ഞു എന്ന് ചോദിച്ചാൽ കോൺഗ്രസ് പാർട്ടി അതിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു, ദേശീയ നേതാക്കന്മാരെ പൂർണ്ണമായി വിസ്മരിച്ചു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണ്. പണ്ട് വല്ലഭായ് പട്ടേലിനെ ഇതുപോലെ വിസ്മരിക്കും എന്ന രീതിയിലുള്ള ഒരു ഹൈപ്പ് ഉണ്ടാക്കി അത് ഗുജറാത്തിൽ വളരെ വ്യാപകമായിട്ട് പ്രചരിപ്പിക്കുകയും കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായിരുന്ന വല്ലഭായ് പട്ടേലിനെ തഴഞ്ഞ് ഇതേ ഗാന്ധിജി നെഹ്റുവിനെ പ്രൊമോട്ട് ചെയ്തു, നെഹ്റുവിനെ പ്രധാനമന്ത്രിയാക്കി. അങ്ങനെ വല്ലഭായ് പട്ടേൽ എന്ന് പറഞ്ഞാൽ ഒരു ഗുജറാത്തി തഴയപ്പെട്ടു എന്ന രീതിയിലൊരു വികാരം ഉണ്ടാക്കി അവിടെ വലിയ രാഷ്ട്രീയ നേട്ടം കൈവരിക്കും. ഇപ്പോൾ അദ്ദേഹവും പാർട്ടി ശ്രമിക്കുന്നത് ഗാന്ധിജിയെ തന്നെ കോൺഗ്രസ്സുകാർ വിസ്മരിക്കും. അറ്റൻബറോയുടെ സിനിമ വന്നുകൊണ്ടാണ് ഇപ്പോൾ ആളുകൾ ഗാന്ധിജിയെ ഓർക്കുന്നത് എന്ന രീതിയിലുള്ള ഒരു ധാരണ ഉണ്ടാക്കാനാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു രാഷ്ട്രീയ തന്ത്രത്തിൻ്റെ ഭാഗമായിട്ടാണ്. അദ്ദേഹത്തിൻ്റെ നാക്കുമഴ പറ്റി പറഞ്ഞു, ആവേശം കയറി പ്രസംഗിച്ചു ഒന്നുമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ആവേശം കയറി പറയുന്ന ആളല്ല പുള്ളിയുടെ ആവേശം പോലും നേരത്തെ കൂട്ടി തീരുമാനിച്ച് ഉറപ്പിച്ച് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്നതാണ്. ഓരോ സ്ഥലത്ത് ചെല്ലുമ്പോഴും പുള്ളി ഓരോ തരത്തിലുള്ള പുതിയ നമ്പറുകൾ ഇറക്കുന്ന ആളാണ്. നരേന്ദ്രമോദിയുടെ രാഷ്ട്രീയ പ്രസംഗങ്ങൾ ഏത് ശ്രദ്ധിച്ചാലും നമുക്ക് മനസ്സിലാവും. അതാത് സ്ഥലത്ത് ഏത് ചിലവാക്കാം എന്ന് അദ്ദേഹത്തിന് അറിയാം. അത് നമ്മൾ അംഗീകരിച്ചാൽ മതിയാവുള്ളൂ. കാരണം നല്ലൊരു കമ്മ്യൂണിക്കേറ്ററാണ്. ഇദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് തോന്നും. ജയശങ്കർ സാർ ചൂണ്ടിക്കാട്ടിയതുപോലെ സാധാരണ ജനങ്ങളിലേക്ക് ആറ്റൻബറോയുടെ മൂവി ഗാന്ധിജിയെക്കുറിച്ചുള്ള ആശയങ്ങൾ വൈദേശികരിൽ കൊണ്ടുചെന്നെത്തിക്കുന്നതിൽ ഒരു റോൾ വഹിച്ചിട്ടുണ്ട്. പക്ഷേ ആറ്റൻബറോയ്ക്ക് മുമ്പ് ബ്രിട്ടീഷ് സർക്കാർ തന്നെ 1969 അവർ ചെയ്തിട്ടുള്ള മഹാത്മാഗാന്ധിയോട് ചെയ്തിട്ടുള്ള തെറ്റുകളുടെ പശ്ചാത്താപമായിട്ട് തന്നെയാണ് അവരൊരു ഡബിൾ സൈസിൽ ഒരു പോസ്റ്റൽ സ്റ്റാമ്പ് മഹാത്മാഗാന്ധിയുടെ പേരിൽ ഇറക്കിയത്. അത് ബ്രിട്ടൻ മാത്രമല്ല, ലോകരാജ്യങ്ങളിൽ 1947 ഏഷ്യൻ റിലേഷൻസ് കോൺഫറൻസിൽ ലോക നേതാക്കളെയൊക്കെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് മഹാത്മാഗാന്ധിജി സംസാരിക്കുകയുണ്ടായി. വിസ്ഡം പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നല്ല, കിഴക്കിൽ നിന്നാണ് പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് പോയത് എന്നൊക്കെ അദ്ദേഹം പറയുവാനുള്ള ഒരു ഇൻ്റലക്ച്വൽ കറേജ് കാണിച്ചു. അപ്പോൾ അത്തരത്തിൽ ലോക സമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നതിലും അവരുടെ മനസ്സിലും അവരുടെ ചിന്തയിലും അവരുടെ പ്രവൃത്തിയിലും തൻ്റേതായിട്ടുള്ള ചിന്തയുടെ മുദ്ര പതിപ്പിക്കുന്നതിലും മഹാത്മാഗാന്ധി ഒരിക്കലും പിന്നോട്ടായിരുന്നില്ല. മാർട്ടിൻ ലൂതർ കിങ്ങിന് ആണെങ്കിലും നെൽസൺ മണ്ടേല ആണെങ്കിലും അവർക്കെല്ലാം ഗുരുതുല്യനായിരുന്ന ദാർശനികനായിരുന്നു. മാർട്ടിൻ ലൂതർ കിങ് എന്താണ് പറഞ്ഞത്? മാനവികതയ്ക്ക് പുരോഗമിക്കണമെന്നുണ്ടെങ്കിൽ ഗാന്ധിജി എന്നത് ഒഴിവാക്കാൻ കഴിയാത്ത കാര്യമാണ്. മാനവികതയ്ക്ക് അവരുടെ റിസ്കിൽ മാത്രമേ ഗാന്ധിജിയെ കാണാതെ മുൻപോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അത്രത്തോളം മാർട്ടിൻ ലൂതർ കിങ്ങിനെ പോലെയുള്ള വ്യക്തികൾ ഗുരുതുല്യനായിട്ട് കണ്ടിരുന്ന വ്യക്തിയാണ് മഹാത്മാഗാന്ധി എങ്കിൽ അവരുടെയൊക്കെ ചിന്തയിൽ എത്രത്തോളം സ്വാധീനം അന്നത്തെ കാലത്ത്. മാർട്ടിൻ ലൂതർ കിങ് യാത്ര പറഞ്ഞല്ലോ ആറ്റൻബറോയുടെ ഗാന്ധി വരുന്നതിന് മുമ്പ് തന്നെ. അപ്പം ലോക സമൂഹത്തിലെമ്പാടും വ്യാപകമായിട്ട് സ്വാധീനം ചെലുത്തിയ സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യത്തെ ഒരു വ്യക്തിയുടെ ജീവിതചര്യയിലൂടെ അടിയറവ് പറയിക്കുവാൻ ത്രാണി കാണിച്ചു എന്ന് വിൻസ്റ്റൺ ചർച്ചിൽ പോലും വിശേഷിപ്പിച്ചിരുന്ന, അല്ലെങ്കിൽ ശത്രുവായിട്ട് കണ്ടിരുന്ന ഇന്ത്യൻ ദേശീയ മൂവ്മെൻറ്റിൻ്റെ, നാഷണൽ മൂവ്മെൻറ്റിൻ്റെ നേതൃത്വം കൈയാളിയിരുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ മരണം പോലും ചർച്ചിൽ ആഗ്രഹിച്ചിരുന്നു എന്നുള്ളത് തന്നെ എത്രത്തോളം ലോക ഭൂപടത്തിൽ, രാഷ്ട്രീയ ഭൂപടത്തിൽ അദ്ദേഹത്തിൻ്റെ സ്വാധീനമാണ് കാണിച്ചിരുന്നത്. അപ്പോൾ ഒരു തരത്തിലും വസ്തുതാപരമായിട്ട് നിലനിൽക്കുന്നതോ ചരിത്രപരമായിട്ട് സ്വീകരിക്കാൻ കഴിയുന്നതോ ആയിട്ടുള്ള കാഴ്ചപ്പാടല്ല ശ്രീ നരേന്ദ്രമോദി പറയുകയുണ്ടായത്. മഹാത്മാഗാന്ധിജിയെ ലോകം ബഹുമാനിക്കാനിടയായിട്ടുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, സാധാരണ കളിമണ്ണിൽ നിന്നും അഗ്നിസ്ഫുലിംഗങ്ങൾ ജനിപ്പിക്കാൻ കഴിയും എന്ന്, വ്യക്തികളെ അവരെ പരിവർത്തനം ചെയ്യുന്നതിലൂടെ, അവരെ പരിവർത്തനത്തിന് വിധേയരാക്കുന്നതിലൂടെ ഒരു സമൂഹത്തിനെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുമെന്ന് ലോകത്തിനെ പഠിപ്പിച്ചയാളാണ് ഗാന്ധി. ബാക്കി ലോകരാജ്യത്തിലുള്ള നേതാക്കന്മാർ മുഴുവൻ അവരുടെ തീവ്രമായ ശക്തമായ ആശയങ്ങൾ പറയുമ്പോൾ മഹാത്മാഗാന്ധി എങ്ങനെയാണ് സാധാരണക്കാരനെ പരിവർത്തനം ചെയ്യാൻ കഴിയുന്നതെന്ന് പഠിപ്പിച്ചു. അത് ലോകത്തിനൊരു വലിയ സന്ദേശമായിരുന്നു. അദ്ദേഹം സാധാരണക്കാരൻ്റെ വസ്ത്രം ധരിച്ചു, അദ്ദേഹം സാധാരണക്കാരൻ്റെ ചിന്തകൾ ഷെയർ ചെയ്തു. അദ്ദേഹത്തിൻ്റെ പ്രോസ്, മഹാത്മാഗാന്ധിക്ക് ശേഷം ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന് ഇത്ര സുന്ദരമായിട്ടുള്ള ഗദ്യ ശൈലി സൃഷ്ടിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വെള്ളിക്കരണ്ടിയുമായിട്ട് ജനിക്കാതെ അദ്ദേഹത്തിൻ്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങളിലൂടെ ഇത്രയും ഔന്നത്യത്തിലേക്ക്, സാഹിത്യത്തിൻ്റെ മഹാമേരു കയറിപ്പോകുവാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും പ്രകടമാക്കുന്നു. അതൊക്കെ ലോകം വായിച്ചിരുന്നില്ലേ? നെൽസൺ മണ്ടേല ബഹുമാനിച്ചിരുന്നില്ലേ?
അപ്പോൾ ആറ്റൻബറോയ്ക്ക് ശേഷമായിരുന്നില്ല, അതൊരു തരത്തിലും അദ്ദേഹം പറയരുതായിരുന്നു. അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ധാരണയുടെ കുറവായിരിക്കാം, അല്ലെങ്കിൽ ഇതുപോലെയുള്ള പ്രധാനമന്ത്രി പോലെയുള്ള പദവിയിലിരിക്കുന്നവർക്ക് അവരുടേതായിട്ടുള്ള പൊളിറ്റിക്കൽ അഡ്വൈസേഴ്സ്, പ്രത്യേകിച്ചും ബി ജെ പിയെ പോലെ വളരെ സ്ട്രാറ്റജിക്കായിട്ട് പ്ലാൻ ചെയ്യുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ടാക്റ്റിക്കലായിട്ടുള്ള അഡ്വൈസേഴ്സ് ആരോ അറിവുകേട് കൊണ്ട് പറഞ്ഞത് അദ്ദേഹം ഒരു പക്ഷേ അഭിപ്രായത്തിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഇത്തരത്തിലൊരു ബാക്ക്ഫെയർ ചെയ്യുമെന്ന് ഉറപ്പുള്ള ഒരു കാര്യം അദ്ദേഹം പറയുന്നുണ്ടാവുമായിരുന്നില്ല. തീർച്ചയായിട്ടും ഒഴിവാക്കേണ്ടതായിരുന്നു. എന്ന് മാത്രമല്ല, ആറ്റൻബറോയുടെ ഗാന്ധി അത് കോൺഗ്രസ് സർക്കാരിൻ്റെയും കൂടെ ഇനീഷ്യേറ്റീവിൻ്റെ ഭാഗമല്ലേ, ഇന്ത്യയുടെയും UK-യുടെയും പ്രൊഡക്ഷൻ അല്ലേ ആറ്റൻബറോയുടെ ഗാന്ധി. അപ്പം നമ്മുടെ ദേശീയ സർക്കാർ അന്ന് മുഖം തിരിഞ്ഞ് നിന്നിരുന്നെങ്കിൽ ആറ്റൻബറോയുടെ ഗാന്ധി 1982 വരുമായിരുന്നു. അപ്പോൾ അവിടെയും കോൺഗ്രസിൻ്റെ കോൺട്രിബ്യൂഷൻ രാഷ്ട്രീയപരമായിട്ട് മഹാത്മാഗാന്ധിയെ സൈഡ് ലൈൻ ചെയ്തു എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെയും മഹാത്മാഗാന്ധിയുടെ ജീവിതം ലോകമെമ്പാടും പ്രചാരം നേടുവാൻ ആ ഇനിഷ്യേറ്റീവ് എടുത്തത് കേന്ദ്ര സർക്കാരും കൂടെയല്ലേ. നാഷണൽ ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ അതിൻ്റെ പ്രൊഡക്ഷനിലൊരു നിർണായകമായിട്ടുള്ള പങ്ക് വഹിച്ചിട്ടില്ലേ. അതല്ലായിരുന്നുവെങ്കിൽ ഒരു പക്ഷേ അത്തരത്തിലൊരു ആശയം ഈവൻ സാധാരണ ജനങ്ങൾക്കിടയിലേക്ക്, വൈദേശികരായിട്ടുള്ള സാധാരണ ജനങ്ങൾക്കിടയിലേക്ക് മഹാത്മാവിൻ്റെ സന്ദേശം കൊണ്ടെത്തിക്കുന്നതിൽ കേന്ദ്ര സർക്കാർ, കോൺഗ്രസ് പാർട്ടിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പറയുവാൻ കഴിയുമായിരുന്നു. പക്ഷേ അവർ അധികാരത്തിലിരുന്നപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് പ്രൊമോട്ട് ചെയ്യപ്പെട്ട ഒരു സിനിമയും കൂടെയാണ്. അപ്പോൾ ഗാന്ധിയെ കുറച്ച് കാണുകയാണ്. ജവഹർലാൽ നെഹ്റുവിന് എങ്ങനെയാണോ ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിൽ സ്ഥാനമുണ്ടായിരുന്നത്, ഒരു പോൾ സ്റ്റാർ പോലെ, ഒരു ദിശാനക്ഷത്രം പോലെ ഒരു സ്ഥാനം മഹാത്മാഗാന്ധിക്ക് ഉണ്ടായിരുന്നു. ജവഹർലാൽ നെഹ്റു ഇൻ്റർനാഷണൽ പൊളിറ്റിക്സിനെ വളരെയധികം ചിന്തിക്കുന്നതിൽ പ്രേരിപ്പിക്കുകയുണ്ടായി. പക്ഷേ അതിനോടൊപ്പം തന്നെ, അല്ലെങ്കിൽ അതിനേക്കാൾ ഒട്ടും കുറയാതെ തന്നെ, ഇന്ത്യയുടെ രാഷ്ട്രീയ നവോത്ഥാനത്തിന് മാതൃകയായിട്ട് മഹാത്മാഗാന്ധിയായിരുന്നു വർത്തിച്ചിരുന്നതെന്ന് ലോകമെമ്പാടും അംഗീകരിച്ചിട്ടുള്ള കാര്യമായിരുന്നു. ഒഴിവാക്കേണ്ടതായിട്ടുള്ള ഒരു വലിയ തെറ്റ് തന്നെയാണ്, വസ്തുതാപരമായിട്ടും ചരിത്രപരമായിട്ടുള്ള തെറ്റ് തന്നെയാണ് പ്രധാനമന്ത്രി ഇന്ന് പറയുകയുണ്ടായത്. ഗാന്ധിജിയും രാമരാജ്യം സ്വപ്നം കണ്ട ആളാണ്. ഗാന്ധിജിയുടെ രാമനും മോളിയുടെ രാമനും രണ്ടാണ് എന്നുള്ള വേറെ കാര്യമുണ്ട്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാവുകയില്ലല്ലോ. സാധാരണ ആളുകൾ ഈ ഇന്ത്യ ചരിത്രം അല്ലെങ്കിൽ ആധുനിക ഇന്ത്യ ചരിത്രം വായിച്ച് കാണാപ്പാടം പഠിച്ചവരൊന്നുമല്ല. മിക്ക ആൾക്കാരും ഗാന്ധിജി ഓർക്കുന്നത് ഈ 100-ൻ്റെയും 500-ൻ്റെയൊക്കെ നോട്ടുമ്പോൾ അദ്ദേഹത്തെ കാണുമ്പോൾ നാട്ടുപുറത്ത് ഗാന്ധി എന്ന് പറയുന്നത് കറൻസി നോട്ടിനാണ്. അപ്പോൾ ആ രീതിയിൽ ആളുകൾ വിശ്വസിക്കുന്ന ഒരു കാലത്ത്, ജീവിക്കുന്ന കാലത്ത് ഗാന്ധിജി ആരായിരുന്നു എന്നൊക്കെ ഇതിനിപ്പോൾ പുതിയ ഭാഷ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ രീതിയിലുള്ള ഒരു ചരിത്രത്തിൻ്റെ പുനരാഖ്യാനമോ ദുർവ്യാഖ്യാനമോ ആണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. അത് വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമായ രീതിയിൽ പുറത്തേക്ക് വരും എന്ന് വേണം നമ്മൾ വിചാരിക്കാനായിട്ട്. ഇങ്ങനെയൊക്കെയുള്ള മാനിപ്പുലേഷൻസ് നടത്താൻ കഴിവും പ്രാപ്തിയും അതിൻ്റെ സംഘബലവും അല്ലെങ്കിൽ മാധ്യമങ്ങളിലടക്കം വലിയ സ്വാധീനമുള്ളൊരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അത് കോൺഗ്രസ് പോലത്തെ ഒരു അഴകുഴമ്പൻ സംവിധാനമല്ല, നേരെ മറിച്ച് വളരെ കൃത്യമായ കാഡർ സംവിധാനവും അതുപോലെ തന്നെ വളരെ അതിനൊക്കെയുള്ള ഒരു ബൗദ്ധിക നേതൃത്വമുള്ളൊരു സംവിധാനമാണ്. ഇപ്പോൾ നരേന്ദ്രമോദി പറഞ്ഞത് വെറൊരു നാക്കുപിഴയോ അല്ലെങ്കിൽ ആവേശം കൊണ്ട് പറഞ്ഞതാണെന്ന് ഞാൻ ഒരിക്കലും വിചാരിക്കുന്നില്ല. അതിൻ്റെ പുറകിൽ വളരെ കൃത്യമായ, വളരെ വ്യക്തമായ ഒരു രാഷ്ട്രീയ അജണ്ട ഉണ്ട് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. മഹാത്മാഗാന്ധിയെ ലോകം അറിയുന്നുണ്ടായിരുന്നില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം മൗലികമായിട്ട് ശ്രദ്ധിക്കാതെ പോകുന്നതോ അല്ലെങ്കിൽ മറന്നു പോകുന്നതോ ആയിട്ടുള്ള കാര്യം, മഹാത്മാഗാന്ധി ലോകമെമ്പാടും ഉള്ള ചിന്തിക്കുന്ന ജനങ്ങൾക്ക്, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സമൂഹത്തിൽ, വെസ്റ്റേൺ സൊസൈറ്റീസിലൊക്കെ അദ്ദേഹം അറിയപ്പെടുന്നത് ഇന്ത്യയുടെ ഏറ്റവും ഒറിജിനലായിട്ടുള്ള ആധുനിക ലോകത്തിലുള്ള ചിന്തകൻ എന്നുള്ള നിലയിലാണ്. നമുക്ക് ഇന്ത്യൻ പൊളിറ്റിക്കൽ തോട്ട് എന്ന് പറയുന്ന, ഇന്ത്യക്ക് ലോകത്തിന് വേണ്ടി ഇന്ത്യ കൊടുത്തിട്ടുള്ള രാജനൈതിക ചിന്തകളെക്കുറിച്ച് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ 2 പാരമ്പര്യങ്ങളാണ്. ധർമ്മശാസ്ത്ര ട്രഡീഷനും അർത്ഥശാസ്ത്ര ട്രഡീഷനും, ധർമ്മശാസ്ത്ര പാരമ്പര്യവും അർത്ഥശാസ്ത്ര പാരമ്പര്യവും. അത് കഴിഞ്ഞാൽ ഒരു മൂന്നാമത് ഒറിജിനലായിട്ടുള്ള ഒരു തിങ്കിങ് വന്നിട്ടുണ്ടെങ്കിൽ അത് 2 പാരമ്പര്യങ്ങളാണ്. അത് മഹാത്മാഗാന്ധിക്ക് മാത്രം കൊടുക്കാൻ കഴിയുന്നതാണ്. രാം മനോഹർ ലോഹ്യ വന്നിട്ടുണ്ട്, അദ്ദേഹത്തിനും വ്യക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകളുണ്ട്. ജയപ്രകാശ് നാരായണനുണ്ട്. ഇനി ജവഹർലാൽ നെഹ്റു ഉൾപ്പെടെയുള്ള മഹാന്മാരായിട്ടുള്ള സോഷ്യലിസ്റ്റുകളുണ്ട്. പക്ഷേ മഹാത്മാഗാന്ധി ലോകത്തിന് കൊടുത്തത് ഒരു പ്രപഞ്ച വീക്ഷണമായിരുന്നു. വെൽട്ടൺ ഷോങ് എന്ന് പറയുന്ന ഒരു പ്രപഞ്ച വീക്ഷണം, ലോകം അഭിമുഖീകരിക്കുന്ന എല്ലാ വിഷയങ്ങളെക്കുറിച്ചും വ്യക്തി നിർമ്മാണത്തിൽ ഊന്നി സമാജത്തെ എങ്ങനെ സൃഷ്ടിച്ചെടുക്കാം എന്ന ഒരു മഹത്തായ ഒരു പദ്ധതി
എന്ന് മാത്രമല്ല രാഷ്ട്രീയമായിട്ടും സ്റ്റേറ്റിനെ കുറിച്ചൊക്കെയുള്ള മഹാത്മാഗാന്ധിയുടെ ചിന്തകൾ വളരെ ഒറിജിനലായിരുന്നു. ഒരിക്കലും സ്റ്റേറ്റിൻ്റെ അധികാരത്തെ കൈയടിച്ച് ആരാധിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ആത്മാവില്ലാത്ത ഒരു മെഷീനാണ്. ആത്യന്തികമായിട്ട് സ്റ്റേറ്റിൻ്റെ ഇല്ലായ്മയിലൂടെ അത് അലിഞ്ഞില്ലാതെയാകണം. സർഗാത്മകമായ ഒരു മനുഷ്യ സമൂഹത്തിൽ സ്റ്റേറ്റിനൊരു റോൾ ഉണ്ടായിരുന്നില്ല. അതിന് ഗാന്ധിയൻ അരാജകത്വം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ലോക രാഷ്ട്രീയ സമൂഹത്തിന് ഏറ്റവും ഒറിജിനലായിട്ടുള്ള ഇന്ത്യയിൽ നിന്ന് ആധുനിക കാലത്ത് വന്നിട്ടുള്ള ചിന്തകൾ അത് മഹാത്മാഗാന്ധിയിൽ നിന്നാണ്. ഗാന്ധി ഹിംസെൽഫ് ഈസ് ആൻ ഐഡിയോളജി. നാം മാർക്സിനെ കുറിച്ച് മാർക്സിസം എന്ന് പറയുന്നത് പോലെ ഗാന്ധി ലോകത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്തത് ഒരു ഐഡിയോളജിയാണ്, ഒരാശയമല്ല. ജയപ്രകാശ് നാരായൺ പറഞ്ഞ പോലെ ഒരു ടോട്ടൽ റെവല്യൂഷൻ എന്ന് പറയുന്ന ഒരു ചിന്ത മാത്രമല്ല, ഒരു ജീവിത പദ്ധതിയാണ്, ഒരു പ്രാപഞ്ചിക വീക്ഷണമാണ്. അപ്പോൾ അങ്ങനെയുള്ള മഹാത്മാഗാന്ധിയെ ഒരു സിനിമയാണ് പോപ്പുലറൈസ് ചെയ്തതെന്ന് പറയുകയാണെങ്കിൽ മഹാത്മാഗാന്ധിയെ ഒരു സിനിമയിലേക്ക് ചുരുക്കുകയാണ് ചെയ്യുന്നത്. അത് പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുമ്പോഴാണ് അവിടെ തെറ്റ് വന്നിട്ടുള്ളത്. 5 തവണ നോബൽ പ്രൈസിന് വേണ്ടി അദ്ദേഹത്തിൻ്റെ പേര് നോമിനേറ്റ് ചെയ്യപ്പെടുകയുണ്ടായി. 1937, 38, 39, 47, 48 5 തവണ. വേറെ ഏതൊരു ഇന്ത്യക്കാരനുണ്ട് ഇത്തരത്തിൽ ആദരം അക്കാലത്ത് ലഭിക്കുകയുണ്ടായത്? 1930കളിലാണ് രാജാ റാവുവിൻ്റെ വിഖ്യാതമായിട്ടുള്ള കാന്തപുര എന്ന് പറയുന്ന നോവൽ വിദേശങ്ങളിലൊക്കെ അക്കാഡമിക്കൽ സർക്കിൾസിലൊക്കെ സ്വീകാര്യത കിട്ടിയിട്ടുള്ളതാണ്. അതെങ്ങനെയാണ് ആന്ധ്രാപ്രദേശിൽ സെറ്റ് ചെയ്തിട്ടുള്ള ഒരു വില്ലേജിലാണ് അതിൻ്റെ കഥ നടക്കുന്നതെങ്കിലും ലോകമെമ്പാടും വായിക്കപ്പെട്ടതാണ്. എങ്ങനെയാണ് സാധാരണ ഗ്രാമീണ ജീവിതത്തിൽ ഗാന്ധി ഒരു പ്രചോദനമായി മാറിയത്, ഒരു സമൂഹത്തിനെ മുഴുവൻ എങ്ങനെ ട്രാൻസ്ഫോം ചെയ്യുവാൻ ഗാന്ധി അതിന് അരങ്ങൊരുക്കി എന്നുള്ളതൊക്കെ ലോകമെമ്പാടും വായിക്കുകയും അറിയുകയും ചിന്തിക്കുകയും ചെയ്തതാണ്. അപ്പോൾ ഒരു സിനിമയിൽ നിന്നാണ് ഗാന്ധിയുടെ ക്രെഡിബിലിറ്റി എന്ന് പറയുമ്പോൾ അതിനകത്ത് ഗുരുതരമായിട്ടുള്ളൊരു തെറ്റുണ്ട്, അത് ഒഴിവാക്കേണ്ടതായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഈ വിവാദം അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടായ വിവാദങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് ഫലത്തെ ഏതെങ്കിലും രീതിയിലും സ്വാധീനിക്കും എന്ന് നമ്മൾ വിചാരിക്കുന്നതിൽ അർത്ഥമില്ല. പക്ഷേ ഇതെല്ലാം അദ്ദേഹത്തിൻ്റെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിൻ്റെ ഒരു രീതിയാണ്. ഇപ്പോൾ തെരഞ്ഞെടുപ്പിന് മുമ്പുണ്ടായ 2-3 സംഭവങ്ങൾ ഞാൻ പറയാം. ഈ ഭാരതരത്നം പ്രഖ്യാപിച്ചല്ലോ, എൽക്കെ അദ്വാനിക്ക് ഭാരതരത്നം പ്രഖ്യാപിച്ചതിന് ഒരു ന്യായമുണ്ട്, അദ്ദേഹത്തിൻ്റെ പാർട്ടിക്കാരന്. അതിൻ്റെ കൂടെ ഭാരതരത്നം പ്രഖ്യാപിക്കപ്പെട്ട 2 പേർ, മൺമറഞ്ഞു പോയ 2 നേതാക്കളാണ്. ഒരാൾ ചൗധരി ചരൺ സിംഗ് ആണ്. ചൗധരി ചരൺ സിംഗ് ആണ് സത്യത്തിൽ ഈ RSSകാരുടെ ദ്വയാംഗത്വ പ്രശ്നം ഉന്നയിച്ച് ജനതാ പാർട്ടി പുലർത്തി ജനതാ സെക്കുലർ എന്നൊരു പാർട്ടി ഉണ്ടാക്കിയ ആളാണ്, മതേതര ജനതാ പാർട്ടി ഉണ്ടാക്കിയ ആളാണ്. അദ്ദേഹത്തിന് പ്രധാനമന്ത്രിയാകാൻ വേണ്ടിയിട്ടാണ് ചെയ്തതെങ്കിൽ പോലും അദ്ദേഹം ഉയർത്തിയ വിഷയം എന്ന് പറയുന്നത് RSSകാർ RSSൽ പ്രവർത്തിക്കുമ്പോൾ തന്നെ ജനതാ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് അതിനെ തുടർന്നാണ് ഇടതുപക്ഷ പാർട്ടികളൊക്കെ ചരൺ സിംഗിനെ ഒരു മതേതരത്വത്തിൻ്റെ മിശിഹയായിട്ട് അംഗീകരിച്ചത്. അദ്ദേഹത്തിൻ്റെ മന്ത്രിസഭയ്ക്ക് 1979 പിന്തുണ കൊടുത്തു. അപ്പോൾ ആ ചരൺ സിംഗിനെയാണ് ഇപ്പോൾ ഇവർ ഭാരതരത്ന നൽകി ആദരിച്ചത്. രണ്ടാമത്തെ ആൾ PV നരസിംഹറാവുവാണ്. അദ്ദേഹം ഭരണപര്യന്തം കോൺഗ്രസ്സുകാരനായിരുന്നു. എന്ന് മാത്രമല്ല, നരസിംഹറാവു ഇന്ത്യയുടെ പ്രധാനമന്ത്രി ആയിരിക്കുമ്പോഴാണ് RSSൻ്റെ രണ്ടാമത് നിരോധിച്ചത്. RSSനും വിശ്വ ഹിന്ദു പരിഷത്തിനെയും ബജരംഗ് ദളിനെയും നിരോധിച്ച ആളാണ് നരസിംഹറാവു. നരസിംഹറാവുവിന് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ഭാരതരത്ന കൊടുത്ത പരമോന്നത ദേശീയ ബഹുമതി കൊടുത്തതെന്ന് വെച്ചാൽ കോൺഗ്രസ് നേതൃത്വത്തിന് അഹിതകരമായിട്ടുള്ള ഒരു നേതാവായിരുന്നു. അവർക്ക് തീരെ പ്രതിപത്തിയില്ലാത്ത ആളാണ്, പ്രത്യേകിച്ച് ഗാന്ധി നെഹ്റു കുടുംബത്തിന് പ്രതിപത്തിയില്ലാത്ത ആളാണ് നരസിംഹറാവു. അദ്ദേഹത്തെ ആദരിക്കുന്നതിലൂടെ ആന്ധ്രയിലോ തെലങ്കാനയിലോ വോട്ട് വല്ലതും കിട്ടുമെങ്കിൽ അത് കിട്ടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കോൺഗ്രസ്സുകാർ തമസ്കരിച്ച നരസിംഹറാവുവിന് ഞങ്ങളാണ് ആദരിച്ചതെന്ന് പറഞ്ഞാൽ അത് തെലുങ്കന്മാരുടെ ഇടയിൽ തെലുങ്ക് ഗൗരവ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, തെലുങ്കരുടെ ആത്മാഭിമാനം, അതിൽ ഒരു കൊള്ളി വയ്ക്കലാവും. അത് തീർച്ചയായിട്ടും ഒരു പരിധി വരെയെങ്കിലുമൊക്കെ ആന്ധ്രാപ്രദേശിൽ ഇത് ചിലവാകും എന്നറിയാവുന്നതുകൊണ്ടാണ്. ഞാൻ വേറൊരു ഉദാഹരണം പറയാം. കുറച്ചുകൂടി കഴിഞ്ഞ ഈ തെലങ്കാന തെരഞ്ഞെടുപ്പിന് മുമ്പ് BJP പയറ്റിയ ഒരു നമ്പർ എന്ന് പറഞ്ഞത് ഹൈദരാബാദ് സംസ്ഥാനം, ഹൈദരാബാദ് നാട്ടുരാജ്യമായിരുന്നു, അവിടുത്തെ ഭരണാധികാരിയായിരുന്ന നൈസാം ഇന്ത്യൻ യൂണിയനിൽ ചേരാൻ വിസമ്മതിച്ചു. പിന്നെ സർദാർ പട്ടേൽ പട്ടാളത്തെ അയച്ചിട്ടാണ് ഹൈദരാബാദിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർത്തത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി 1 കൊല്ലത്തിന് ശേഷം 1947 ആഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടി. 48 സെപ്റ്റംബർ 17 ഹൈദരാബാദ് കീഴടക്കി. അപ്പോൾ 1 കൊല്ലത്തിലധികം ഹൈദരാബാദ് ഫൈറ്റ് ചെയ്ത് നിന്നു, അല്ലെങ്കിൽ ഹൈദരാബാദ് ഇന്ത്യയിൽ ലയിക്കാതെ വിസമ്മതിച്ച് മാറി നിന്നു. അപ്പോൾ ഹൈദരാബാദിലേക്ക് പട്ടാളത്തെ അയച്ച് ഹൈദരാബാദ് കീഴടക്കിയതിൻ്റെ 75ാം വാർഷികം ഹൈദരാബാദ് ലിബറേഷൻ ഡേ എന്ന് പറഞ്ഞു. മുമ്പ് ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ വലിയ പ്രാധാന്യത്തോടെ നരേന്ദ്രമോദി, അമിത്ഷായൊക്കെ അടക്കമുള്ള ആളുകൾ വലിയ ഒരു ആഘോഷമാക്കി മാറ്റി. അത് BJPയുടെ ഒരു തെരഞ്ഞെടുപ്പ് തന്ത്രമായിരുന്നു. ഹൈദരാബാദിൽ അത് ചിലവാകും എന്നവർക്കറിയാവും. അപ്പോൾ ഈ
നൈസാമിൻ്റെ കാലത്ത് പ്രത്യേകിച്ചും ഈ റസാക്കർമാർ എന്ന് പറഞ്ഞ ഒരു കൂലിപ്പട്ടാളുണ്ടായിരുന്നു. അവരുടെ അതിക്രമങ്ങൾക്കിരയായ ഒരുപാട് ആളുകൾ ഇപ്പോഴും അവരുടെ പിൻഗാമികൾ അവിടെ ഇപ്പോഴും ഹൈദരാബാദിലുണ്ട്. അവരുടെയൊക്കെ ഒരു വികാരം ആളിക്കത്തിക്കുക എന്നുണ്ട്. പക്ഷേ കോൺഗ്രസ്സുകാരും ആ സമയത്ത് ലിബറേഷൻ ഡേ ആചരിച്ചു, അതുപോലെ തെലങ്കാന രാഷ്ട്ര സമിതിക്കാർ ആചരിച്ചു. അതും കൂടാതെ സാക്ഷാൽ മുസ്ലിം മജ്ലിസുകാരും ആഘോഷിച്ചു. ഇവരാണ് അന്ന് ഈ റസാക്കർമാരുടെ കൈയാളുകളായി പ്രവർത്തിച്ച ആളുകൾ, നമ്മുടെ ഒവൈസിയുടെ പാർട്ടിക്കാരാണ്. അവർ പോലും ഇത് ആഘോഷിക്കേണ്ട ഒരു രീതിയിലേക്ക് തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട സെറ്റ് ചെയ്യാനായിട്ട് ആർക്ക് സാധിച്ചു? BJPക്ക് സാധിച്ചു. അപ്പോൾ ഇതാണ് അവർ സാധാരണയായിട്ട് പയറ്റിക്കൊണ്ടിരുന്ന ഒരു തന്ത്രം. അവർ ചരൺ സിംഗിനെ ആദരിക്കുന്നത് ചരൺ സിംഗിനോടുള്ള ബഹുമാനം കൊണ്ടല്ല. പശ്ചിമ UP-യിലും അതുപോലെ ഹരിയാനയിലും രാജസ്ഥാനിൻ്റെ ചില ഭാഗങ്ങളിലുള്ള ജാട്ടുകാരുടെ വോട്ടുകൾ, ജാട്ട് സമുദായ അംഗങ്ങളുടെ ഇടയിൽ ചരൺ സിംഗ് എപ്പോഴും ഒരു വിഗ്രഹമാണ്. ചരൺ സിംഗിനെ ആദരിച്ചാരാണ്? BJP-യാണ്. അതുപോലെ കോൺഗ്രസ് പാർട്ടി തമസ്കരിച്ച നരസിംഹറാവുവിനെ ആദരിച്ചാരാണ്? അത് തെലുങ്ക് ഗൗരവത്തെ ആദരിക്കുന്ന BJP-യാണ്, നരേന്ദ്രമോദിയാണ്. ആ റസാക്കർമാരുടെ അക്രമത്തിൽ നിന്ന് ഹൈദരാബാദിനെ മോചിപ്പിച്ച സർദാർ പട്ടേലിനെ ആദരിച്ചാരാണ്? അതും BJP-യാണ്. ഇതൊക്കെ ചരിത്രത്തിൻ്റെ വളരെ വിദഗ്ധമായ ദുരുപയോഗമാണ് എന്ന് പറയാതിരിക്കാൻ തീർച്ചയായും. പക്ഷേ ഈ BJP-കാർക്ക് ഇത് ചെയ്യാനുള്ള ഒരു ത്രാണിയും അത് ആ രീതിയിൽ അജണ്ട സെറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. മറ്റു പാർട്ടിക്കാർക്ക് അത് ചെയ്യാൻ പറ്റുന്നില്ല. അത് അവരുടെ ബലഹീനത എന്ന് വിചാരിക്കാനേ പറ്റുള്ളൂ നമ്മുടെ ഇപ്പോഴത്തെ രാഷ്ട്രീയത്തിൽ.